കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേക്ക് മുൻപും ശേഷവും വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞ ഒരു ടേമുണ്ട്, ദ മദർ ഓഫ് ഓൾ ഡീൽ. ഇന്റർനാഷണൽ റിലേഷൻസിലെ ഒരു പ്രധാന ടോപ്പിക്കായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സബ്മിറ്റിനെ കുറിച്ചും നേരത്തെ പറഞ്ഞ ദ മദർ ഓഫ് ഓൾ ഡീൽ എന്നറിയപ്പെട്ട ആ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ഫോർട്ടുനൈസ് അക്കാഡമി IR സീരീസ്. ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന, ഗ്ലോബൽ പവർ ഇക്വേഷൻസ് റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫോറിൻ പോളിസികളിലും ഒരു ഡിസിസീവ് ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. എന്ത് ഷിഫ്റ്റ് എന്നല്ലേ? എ ഷിഫ്റ്റ് ഫ്രം എൻഗേജ്മെൻറ്റ് ടു പാർട്ണർഷിപ്പ് ആൻഡ് ഫ്രം അലൈൻമെൻറ്റ് ടു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ആൻഡ് ഓട്ടോണമി. ഇതിൻ്റെ തെളിവാണ് 77ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയുടെ യൂറോപ്യൻ യൂണിയൻ സാന്നിധ്യവും തുടർന്ന് നടന്ന സബ്മിറ്റും. 2026 ജനുവരി 27 ന്യൂഡൽഹിയിൽ നടന്നത് 16ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സബ്മിറ്റാണ്. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാജ്യവും 27 രാജ്യങ്ങൾ ചേർന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക കൂട്ടായ്മയും തമ്മിൽ ഒപ്പുവെച്ചത് ചരിത്രപരമായ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനാണ്. 20 വർഷത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷം യാഥാർത്ഥ്യമായ ഈ സ്വതന്ത്ര വ്യാപാര കരാറിനെ ലോകം വിശേഷിപ്പിച്ചത് മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽ എന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ എഗ്രിമെൻറ്റിൻ്റെ പ്രൊവിഷൻസ്, ബെനിഫിറ്റ്സ് ആസ് വെൽ ആസ് കൺസേൺസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട്? ഇരു കൂട്ടരും ഇതുപോലെ ഒരു ട്രേഡ് ഡീലിന് വേണ്ടിയുള്ള നെഗോഷിയേഷൻസ് ആരംഭിച്ചത് ഇപ്പോഴെങ്ങുമല്ല, ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ്. 2007 മുതൽ 2013 വരെ നീണ്ട ആ ചർച്ചകൾക്ക് പക്ഷേ ഒരു കൺക്ലൂഷനിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് യൂറോപ്യൻ യൂണിയന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവായ ബ്രെക്സിറ്റിന് ശേഷം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, വർഷങ്ങളായി എക്കണോമിക് കോർപ്പറേഷന്റെയും പൊളിറ്റിക്കൽ യൂണിറ്റിയുടെയും മാതൃകയായ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഒരു അംഗരാജ്യം ജനവിധിയിലൂടെ പുറത്തു പോയതിനൊക്കെ ശേഷം 2022 കരാർ ചർച്ചകൾ ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും ഇടയിൽ പിന്നീടുണ്ടാകുന്നത്. ആ ചർച്ചകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതും ലോകം ചർച്ച ചെയ്യപ്പെട്ടതും. എന്തുകൊണ്ടാണ് വൈ ഇറ്റ് ഈസ് കോൾഡ് മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽ? അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, ഈ ഡീൽ കവർ ചെയ്യുന്ന പോപ്പുലേഷൻ. ലോക ജനസംഖ്യയുടെ കണക്കെടുക്കുമ്പോൾ ആദ്യ 2 സ്ഥാനങ്ങളും കൈയടക്കുന്ന ലോകത്തിൽ തന്നെ വലിയ 2 ഡെമോക്രസികളാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. രണ്ടാമതായി, GDP. ലോക GDPയുടെ 4% കൈകാര്യം ചെയ്യുന്നതും ഈ കൂട്ടായ്മയാണ്. ആൻഡ് ദ തേർഡ് വൺ, ദ ലാർജസ്റ്റ് സൈസ് ഓഫ് ദ ട്രേഡ് വോളിയം. സോ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? ഒന്നാമതായി, 2 രാജ്യങ്ങൾക്ക് ലഭിക്കുന്ന വളരെ വലിയ മാർക്കറ്റ് ആക്സസ്. യൂറോപ്യൻ മാർക്കറ്റിലേക്കും തിരിച്ചും എക്സ്പോർട്ടേഴ്സിന് ലഭിക്കാൻ പോകുന്നത് 90%-ലധികം വരുന്ന താരിഫ് റിഡക്ഷനാണ്. രണ്ടാമതായി, ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി പോലുള്ള ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സ്. അതായത് ഈ കരാർ നിലവിൽ വരുന്നതോടെ മറ്റ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിനും ലഭിക്കുന്ന സീറോ ഡ്യൂട്ടി മാർക്കറ്റ് ആക്സസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2 സെക്ടേഴ്സിനും കൂടി ലഭിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, ഇതുവരെ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടത് 10 മുതൽ 11% വരെ താരിഫ് റേറ്റിലായിരുന്നു. വളരെ ഉയർന്ന ഈ എക്സ്പോർട്ട് ഡ്യൂട്ടി കരാർ നിലവിൽ വരുന്നതോടെ 0%-ലെത്തും. അതുപോലെ തന്നെ ജെംസ് ആൻഡ് ജ്വല്ലറിയുടെ എക്സ്പോർട്ട് തീരുവ എന്നത് 3 to 4%-ൽ നിന്നും 0%-ലേക്ക് കുറയും. മൂന്നാമതായി, മൊബിലിറ്റി പാക്റ്റ്. വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എഡ്യൂക്കേഷനും പിന്നീട് ജോബും പ്രതീക്ഷിച്ചു പോകുന്ന വിദ്യാർത്ഥികളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ദിസ് മൊബിലിറ്റി പാക്റ്റ്. ഈ മൊബിലിറ്റി പാക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, വളരെ വർഷങ്ങളായി ഇന്ത്യൻ ഗവൺമെന്റ് തങ്ങളുടെ ഹ്യൂജ് ഡെമോക്രാറ്റിക് ഡിവിഡൻഡിന്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽഡ് ലേബർ ഫോഴ്സിന് ഗ്ലോബൽ മാർക്കറ്റ് ആക്സസിന് വേണ്ടിയുള്ള മാർഗങ്ങൾ നോക്കുകയായിരുന്നു. ആൻഡ് നൗ ഈ ട്രേഡ് ഡീലിലൂടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് യൂറോപ്യൻ യൂണിയൻ ഉറപ്പു നൽകുന്നത് മുഴുവൻ യൂറോപ്യൻ മാർക്കറ്റിലേക്കുള്ള ആക്സസ് ആണ്. സോ വാട്ട് ആർ ദ കൺസേൺസ്? കൺസേൺസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി, പ്രത്യേകിച്ച് യൂറോപ്യൻ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ പറയുന്നത് CBAM, ദ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയൻ 2026 ജനുവരി 1 മുതൽ CBAM ഇംപ്ലിമെന്റ് ചെയ്തതോടെ
യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഏകദേശം 6 സെക്ടേഴ്സ് ഓഫ് ഇൻഡസ്ട്രീസിന് ദിസ് പർട്ടിക്കുലർ കാർബൺ ടാക്സ് ആപ്ലിക്കബിൾ ആകും. Out of that 6 industries, one is aluminum and second is iron and steel. ഇപ്പോൾ യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ മാർക്കറ്റിലേക്ക് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതും ദ സെയിം അലൂമിനിയം ആൻഡ് അയൺ സ്റ്റീൽ ആണ്. സോ ഈ ഡീൽ വഴി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വിഷയം CBAM-ന്റെ റിഡക്ഷൻ ആയിരുന്നു. പക്ഷെ ഈ ഡീലിൽ എവിടെയും ഇന്ത്യക്ക് അനുകൂലമായി ഒരു റിഡക്ഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് ദർ ഇസ് എ ഹോപ്പ്. എന്തെന്നാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും യൂറോപ്യൻ യൂണിയൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന് സെയിം ടാക്സിൽ ഒരു റിഡക്ഷൻ നൽകുകയാണെങ്കിൽ the same reduction or exemption ഇന്ത്യക്കും ലഭിക്കും. And it is important to remember that the last year there is a trade deal negotiation between European Union and the US. In this particular deal, there is a provision of certain carbon tax benefits under CBAM. So, എപ്പോഴെങ്കിലും ആ ഡീൽ നടപ്പിലായാൽ US-ന് ലഭിക്കുന്ന സെയിം ബെനിഫിറ്റ്സ് നമുക്കും എൻഷുർ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കൺസേൺ അമേരിക്കയുടെ റെസ്പോൺസ് ആണ്. എപ്പോഴും ലോകത്തിൽ നടക്കുന്ന ഏത് കാര്യത്തിലും, പ്രത്യേകിച്ച് ട്രേഡ് ഡീലുകളിൽ, അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു പ്രയോറിറ്റി അവർക്കിവിടെ നഷ്ടമായി. യൂറോപ്യൻ യൂണിയന് പാരലായി നമ്മൾ US-ഉമായിട്ടും ഒരു നെഗോഷിയേഷൻസ് നടത്തിയിരുന്നു. അത് സ്റ്റിൽ ഇപ്പോഴും ഫൈനൽ ആയില്ല എന്ന് മാത്രമല്ല, ഇപ്പുറം വളരെ വലിയൊരു ട്രേഡ് പാക്ട് ഇന്ത്യ സൈൻ ചെയ്തിരിക്കുന്നു. സോ അതിനോട് ഡൊണാൾഡ് ട്രംപിൻ്റെ റെസ്പോൺസ് സീരിയസ് ആയി തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കും. ആൻഡ് ദ തേർഡ് കൺസേൺ, the actual implementation takes time. വളരെ ആഘോഷിച്ച് ഒപ്പുവയ്ക്കപ്പെട്ട ഈ ഡീൽ യഥാർത്ഥത്തിൽ നടപ്പിലാക്കാൻ എടുക്കുന്ന കാലതാമസം തന്നെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കൺസേൺ. So that's it. These are the most important points regarding the deal with respect to our field, the UPSC Civil Service Examination. Thank you. Have a great day.